നമസ്കാരം. നമുക്ക് പ്രധാനമായി ഇന്ത്യയിലും കേരളത്തിലുമായി ടോപ്പായിട്ടുള്ള ഒത്തിരി അനവധി എൻജിനീയറിംഗ് കോളേജസ് ഉണ്ട്. എൻജിനീയറിംഗ് ബേസ്ഡ് ആയിട്ടുള്ള എൻട്രൻസ് പരീക്ഷകളുമുണ്ട്. പ്രധാനപ്പെട്ട കേരളത്തിലെ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രധാനപ്പെട്ട എൻട്രൻസ് എക്സാമിനേഷൻ ഏതൊക്കെയാണ്, ഇന്ത്യയിലും കേരളത്തിലും ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട എൻജിനീയറിംഗ് കോളേജസ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ JEE മെയിൻ എക്സാമിനേഷൻ, JEE അഡ്വാൻസ് എക്സാമിനേഷൻ തുടങ്ങിയ രണ്ട് പ്രധാനപ്പെട്ട എക്സാമിനേഷൻ വഴി ദേശീയ തലത്തിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന എൻജിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസായ 23 IITകളിലും 31 NITകളിലും പിന്നെ അതുപോലെ തന്നെ 26 IIITs ഉണ്ട്. അവിടെയും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് ഫണ്ട് നൽകിയിട്ടുള്ള ഒത്തിരി അനവധി പ്രധാനപ്പെട്ട കോളേജുകളുമുണ്ട്. അവിടെയൊക്കെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ JEE മെയിൻ വഴി മാത്രമേ സാധ്യമാകൂ. IIT കിട്ടാൻ JEE അഡ്വാൻസ് വേണം. ഈ എക്സാമിനേഷൻ എഴുതാൻ പറ്റാത്ത കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എൻട്രൻസ് പരീക്ഷയാണ് കീം എന്ന് പറയുമ്പോൾ, കേരള എൻജിനീയറിംഗ് എൻട്രൻസ് പരീക്ഷയാണ് കീം എന്ന് പറയുമ്പോൾ. അപ്പോൾ കീം എക്സാമിനേഷൻ എന്ന് പറയുന്നത് എളുപ്പമായ ഒരു എക്സാമിനേഷനാണ്. ഫിസിക്സും കെമിസ്ട്രിയും മാത്തമാറ്റിക്സും ഒരുവിധം നന്നായിട്ട് അറിയാമെങ്കിൽ, ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് പരിശീലിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നല്ല റാങ്ക് കരസ്ഥമാക്കാൻ പറ്റും. നല്ല റാങ്ക് കരസ്ഥമാക്കുന്നത് വഴി നമുക്ക് കേരളത്തിൽ തന്നെയുള്ള ടോപ്പായിട്ടുള്ള 10 എൻജിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, എൻജിനീയറിംഗ് കോളേജസ് ഉണ്ട്. അവിടെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 100% 6 സെമസ്റ്റർ നിങ്ങൾക്ക് ഒരു അരിയേഷമില്ലാതെ പഠിക്കുകയാണെങ്കിൽ പ്ലേസ്മെൻറ്റ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത്തരം എൻജിനീയറിംഗ് കോളേജസ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായി ജോലി കിട്ടാൻ ചാൻസ് ഉള്ള എൻജിനീയറിംഗ് കോളേജാണ്. ആ എൻജിനീയറിംഗ് കോളേജ് ഏറ്റവും പ്രധാനമായി വരുന്നത് CET ആണ്, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രമാണ്. അത് കഴിഞ്ഞാൽ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരുണ്ട്. അത് കൂടാതെയാണെങ്കിൽ TKM കോളേജ് കൊല്ലമുണ്ട്. 4ാമത് വരെ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് എറണാകുളമുണ്ട്. അതുപോലെ MA കോളേജ് കോതമംഗലമുണ്ട്. പിന്നെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കോട്ടയമുണ്ട്. പിന്നെ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്, NSS ഉണ്ട്. അങ്ങനെ തുടങ്ങി ഏറ്റവും പ്രധാനപ്പെട്ട 10 എഞ്ചിനീയറിംഗ് കോളേജസ് ഉണ്ട്. ഞാൻ ഈ 10 എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ലിസ്റ്റ് ഇതിനകത്ത് തന്നെ ഇട്ടിട്ടുണ്ടാവും, അതൊന്ന് നോക്കിയാൽ മതി. ഈ 10 എഞ്ചിനീയറിംഗ് കോളേജിൽ ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ കീം എക്സാമിനേഷൻ എഴുതി മെറിറ്റിൽ ഗവൺമെൻറ് സീറ്റിൽ തുച്ഛമായ, അതായത് 10,000-ന് താഴെയുള്ള ഒരു വർഷത്തെ വാർഷിക ഫീസ് നൽകി പഠിക്കാൻ പറ്റുകയും ഏറ്റവും നല്ല ടീച്ചേഴ്സിൻ്റെ സേവനം ലഭിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് പ്ലേസ്മെൻറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതായത് നമ്മൾ പഠിച്ച് ജോലി അന്വേഷിച്ച് പോകാതെ തന്നെ നമ്മളുടെ കഴിവ് അനുസരിച്ച് ജോലി തരാനായി ഇങ്ങോട്ട് വരുന്ന ഒരു ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് ഉണ്ടാവാൻ ശരിക്കും സാധ്യതയുള്ള കോളേജസാണ് ഞാൻ പറയുന്ന 10 എഞ്ചിനീയറിംഗ് കോളേജസ്. കേരളത്തിൽ വന്നിട്ടാണെങ്കിൽ സെൽഫ് ഫിനാൻസിങ് കോളേജ് ഉൾപ്പെടെ 100ഓളം ഉണ്ട്. അതിൽ കാര്യമില്ല, ഏറ്റവും ടോപ്പായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കണം. കാരണം നിങ്ങൾ പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ പ്ലേസ്മെൻറ്റ് കിട്ടിയില്ല, നിങ്ങളെടുത്ത് ജോലിക്ക് പോവുകയാണെങ്കിൽ അവർ നിങ്ങളോട് ചോദിക്കുന്ന ഒറ്റ ചോദ്യമാണ്, നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് പഠിച്ചത്? പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രധാനമാണ്. IITയിലാണോ, NITയിലാണോ, IIITയിലാണോ, അല്ലെങ്കിൽ ടോപ്പായിട്ടുള്ള CET കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം, തൃശ്ശൂർ, MA കോളേജ് കോതമംഗലം, TKM കൊല്ലം, അതുപോലെ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തൃക്കാക്കര എറണാകുളം, ലിസ്റ്റ് വന്നിട്ട് എന്താണ്, ഇങ്ങനെ ഒരു 10ഓളം വരുന്ന കോളേജസ് വന്നിട്ട് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കണ്ണൂരുണ്ട്. അതുകൂടാതെ ശ്രീ ചിത്ര തിരുനാൾ പിന്നെ എഞ്ചിനീയറിംഗ് കോളേജ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വന്ന് ട്രിവാൻഡ്രത്തുണ്ട്. ബാർട്ടൺ സ്കിൽ എന്ന് പറയുന്ന ഗവൺമെൻറ്റിൻ്റെ എഞ്ചിനീയറിംഗ് കോളേജ് ട്രിവാൻഡ്രത്തുണ്ട്. ഇങ്ങനെ 10 എഞ്ചിനീയറിംഗ് കോളേജസ് ആണ് ഏറ്റവും നല്ല ലിസ്റ്റ് ചെയ്തിട്ടുള്ള കോളേജസ്. അവിടെ ഒരു കോളേജ് നിങ്ങൾ പഠിക്കുകയും നന്നായിട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൂടാതെ നമുക്ക് ഏറ്റവും പ്രധാനമായി കേരളത്തിലുള്ള മറ്റൊരു എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. അവിടെ CAT എന്ന് പറയുന്ന കോമൺ അഡ്മിഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന പരീക്ഷ എഴുതിയാൽ അവിടെ നമുക്ക് ഏറ്റവും അറിയപ്പെടുന്ന കുറേ ബ്രാഞ്ചസ് ഉണ്ട്. ആ ബ്രാഞ്ചസ് അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ ജോലി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മറൈൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് അധികം ഇന്ത്യയിൽ ഈ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇല്ല. മറൈൻ എഞ്ചിനീയറിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ഷിപ്പ് ഡിസൈനിങ് ആൻഡ് ആർക്കിടെക്ചർ എന്ന് പറയുന്ന ഷിപ്പുമായി ബന്ധപ്പെട്ട് ഉള്ള നിർമ്മാണത്തിന് ബന്ധപ്പെട്ടിട്ടുള്ള എഞ്ചിനീയറിംഗ് വിങ് ഉണ്ട്. അങ്ങനെ അങ്ങനെയുള്ള ഒത്തിരി വന്നിട്ടാണെങ്കിൽ ബ്രാഞ്ചസ് ഉള്ള ഒരു ഏറ്റവും വലിയ ക്യാമ്പസാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി.
അവിടെയും നമുക്ക് എന്താണ് സെപ്പറേറ്റ് എൻട്രൻസ് പരീക്ഷയുണ്ട്. ആ പരീക്ഷ എഴുതിക്കാൻ നിങ്ങൾക്ക് നന്നായിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ കുറച്ചുകൂടി നിലവാരം നിങ്ങൾക്കുണ്ടെങ്കിൽ ബിറ്റ്സാറ്റ്, ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ് എന്ന് പറയുന്നതിൻ്റെ അഡ്മിഷൻ ടെസ്റ്റ് എഴുതാം. അതുകൂടാതെയാണെങ്കിൽ SRM യൂണിവേഴ്സിറ്റിയുടെ ജോയിന്റ് എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷ എഴുതാൻ പറ്റും. അതുപോലെ തന്നെ വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇത്തരം പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ എവിടെ പഠിച്ചു, ഏത് കോളേജിൽ പഠിക്കുന്നു എന്ന കാര്യം ഏറ്റവും പ്രധാനം തന്നെയാണ്. അല്ലാതെ നമ്മൾ കുറേ പൈസ ഉണ്ടെന്ന് വെച്ചിട്ട് ഏതെങ്കിലും സെൽഫ് ഫിനാൻസിങ് ഒരു പേരുമില്ലാത്ത ഒരു കോളേജും ഇല്ലാത്ത കോളേജിൽ പോയി പഠിച്ചിട്ട് ജോലിക്ക് നമ്മൾ അലഞ്ഞിരിക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ നന്നായിട്ട് പഠിച്ച് എൻട്രൻസിൻ്റെ ഒരു പരിശീലനം കൂടി നിങ്ങൾക്ക് എടുക്കാൻ പറ്റി കഴിഞ്ഞിട്ട് നല്ല റാങ്ക് കരസ്ഥമാക്കി നല്ല നിലവാരമുള്ള ജോലി കിട്ടാൻ ചാൻസ് ഉള്ളതും നിലവാരമുള്ളതുമായിട്ടുള്ള ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും നല്ല കോളേജിൽ പഠിക്കുന്നതാണ് ഏറ്റവും നന്നായിരിക്കുക. അതിൽ നിങ്ങൾക്ക് അതുവഴി നിങ്ങൾക്ക് എന്താണ് 100% പ്ലേസ്മെൻറ്റ് നല്ല ഇൻസ്റ്റിറ്റ്യൂഷനിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, താങ്ക് യു.